ഒരു സ്വാലിഹായ മനുഷ്യൻ, അദ്ദേഹം കച്ചവട ആവശ്യാർത്ഥം യാത്ര ചെയ്തുകൊണ്ടിരിക്കെ വഴിയിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടി. അദ്ദേഹം പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം, എന്നാൽ ഇന്ന സ്ഥലം വരെ പോകാൻ ഉദ്ദേശിച്ച് ഇവിടെ കാത്തു നിൽക്കുകയാണ്, നിങ്ങൾക്ക് ആവശ്യമായ കാശ് തരാം. അങ്ങനെ അദ്ദേഹത്തെയും കൂട്ടി യാത്ര തുടർന്നു. അദ്ദേഹം പലതും പറഞ്ഞ് വഴിതെറ്റിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു സത്യം പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വധിച്ചു കളയും. സ്വാലിഹായ മനുഷ്യൻ പലതും പറഞ്ഞു നോക്കി, ഒരു ഫലവും ഉണ്ടായില്ല. അവസാനം പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്കൊരു അവസരം തരണം. അദ്ദേഹം സമ്മതം മൂളി. സ്വാലിഹായ മനുഷ്യൻ ആ മലഞ്ചെരുവിൽ വെച്ച് വുദൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നു. അദ്ദേഹം പറയുന്നു, അല്ലാഹുവാണ് സത്യം, ഖുർആനിലെ സൂറത്തു നംലിലെ 62-ാമത്തെ ആയത്തല്ലാതെ ഒന്നും എനിക്ക് ആ സമയത്ത് ഓർമ്മയില്ല. ഞാനത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പ്രയാസപ്പെടുന്നവൻ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്ന അല്ലാഹുവേ. ഞാൻ നിസ്കാരം കഴിയേണ്ട താമസം വിന ആ മലഞ്ചെരുവിന്റെ മറുഭാഗത്ത് നിന്ന് ഒരു കുതിരസവാരിക്കാരൻ ശീഘ്രം കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്റെ നേരെ. അദ്ദേഹത്തിന്റെ കയ്യിൽ കുന്ത പോലത്തെ ഒരു വസ്തുവുണ്ട്. അങ്ങനെ അദ്ദേഹം വന്ന് ആ കൊള്ളക്കാരനെ കുത്തുകയും അവൻ നെഞ്ചടിച്ചു വീഴുകയും കൊല്ലപ്പെടുകയും ചെയ്തു. ഞാൻ അപ്പോൾ ചോദിച്ചു, താങ്കൾ ആരാണ്? മറുപടി, ഞാൻ ആ ആയത്തിന്റെ ദൂതനാണ് എന്നാണ്. പ്രയാസപ്പെടുന്ന സമയത്ത് സഹായിക്കാൻ അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുവിനെ ആത്മാർത്ഥമായി നാം വിളിച്ചാൽ, അവനോട് സഹായമർപ്പിച്ചാൽ തീർച്ചയായും പ്രതിസന്ധികളിൽ നമ്മെ സഹായിക്കാൻ അള്ളാഹു ഉണ്ടാകും.